ഹായ് സൂസൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ലൈഫ്? ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് മഫിയുടെ മോസ്കോ ക്യാമ്പസിലെ ഫസ്റ്റ് ഓഫ് ഓൾ. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ജേണി? 2021 വന്നത്? 2021 വന്ന് ഇപ്പോൾ 3 വർഷമായി. നല്ലതായിരുന്നു. ഇപ്പോൾ ഇതുവരെ തന്നെ ഓരോ ഇയറും ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നു. ഓരോ ഇയറിലും നടന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ നമുക്കിവിടെ കുറേ ഡോക്യുമെന്റേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതലായിട്ടും അതിന്റെ പുറകെ മെഡിക്കൽ ഡോക്യുമെന്റേഷൻ അങ്ങനത്തെ കാര്യമൊക്കെയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി, എങ്ങനെയാണ് ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യണം. സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ നമുക്ക് ഇൻട്രോഡക്ടറി ഇന്റേൺഷിപ്പ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റൽസിൽ പോയി സ്റ്റാഫായിട്ടും പേഷ്യൻസ് ഒക്കെ ആയിട്ട് ചെറിയ തോതിലൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. തേർഡും ഫോർത്തും ഒക്കെ ആയപ്പോൾ ഫോർത്ത് ഇയറിൽ മെയിൻലി ഞങ്ങൾ ഒരുപാട് ഇന്ററാക്ട് ചെയ്തു പേഷ്യൻസ് ആയിട്ട്. ലാംഗ്വേജ് കുറെ ഇമ്പ്രൂവ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ഓരോ ചേഞ്ചസ്. ഫിഫ്ത് ഇയറും സിക്സ്ത് ഇയറും മെയിൻലി ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബേസ്ഡ് സ്റ്റഡി ആണ്. ചില എലിമെന്ററി സബ്ജക്ട്സ് മാത്രം നമുക്ക് ഇവിടെ ഉണ്ട്, ചില ക്ലാസ്സസ് മാത്രം. അല്ലെങ്കിൽ എല്ലാം ഹോസ്പിറ്റലിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്? ഇപ്പോൾ ഒരു പുതിയ സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്? മെയിൻലി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻലി എന്താ വെച്ചാൽ ലാംഗ്വേജിന്റെ പ്രശ്നമുണ്ട്. പിന്നെ നമുക്കിവിടെ സീനിയേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം നമ്മൾ ജൂനിയേഴ്സ് ഒക്കെ വന്നപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ അവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നമുക്കൊന്ന് ഈ ക്ലൈമറ്റ് ആണ് മെയിൻലി. ഇപ്പോൾ ഈ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഒരു സമ്മർ ടൈം ആണ് വരേണ്ടത്, സ്പ്രിങ് സമ്മർ. പക്ഷെ ഇപ്പൊ അഡാപ്റ്റ് ആവും. ഒരു 6 monthസിനുള്ളിൽ നമ്മൾ ഫാക്കൽറ്റീസ് പറഞ്ഞാൽ എക്സാം അങ്ങനത്തെ വർക്ക്, ഹോംവർക്ക്, അസൈൻമെന്റ്സ് ആ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവർ. പക്ഷെ അല്ലാത്ത ടൈം ഇപ്പോൾ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ആയാലും അല്ലെങ്കിൽ ലെഷർ ടൈം ആയാലും ആ സമയത്തൊക്കെ നല്ല ഫ്രീ ആണ്, ഫ്രണ്ട്ലി ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എക്സാം അങ്ങനത്തെ കാര്യത്തിലും ഭയങ്കര പക്കാ സ്ട്രിക്റ്റ്, യാതൊരു വിട്ടുവീഴ്ചയില്ല. നമ്മളത് ചെയ്തിരിക്കണം. പിന്നെ അറ്റൻഡൻസ് ഭയങ്കര മാൻഡേറ്ററി ആണ്. Thank you, Susan, for your valuable feedback. Thank you.